ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും രമ്യ സാറിൻ്റെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ട് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ. അതിനായിട്ട് നമ്മളിവിടെ ഒരു 3 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവാള, ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അതും പൊടിയായി അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ഇഡ്ഡലിയിലുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ സ്വല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ സവാളയിൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് കുഴച്ച് വരുമ്പോൾ ശരിയായിക്കോളും. വെള്ളം ചേർത്ത് ചിലപ്പോൾ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളിത് നന്നായി കുഴച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവി ഉണ്ടല്ലോ, അതിൻ്റെ പുറവശത്ത് വെച്ചിട്ട് ഞാനൊന്ന് പരത്തിയിട്ട് വിരൽ വെച്ചിട്ട് നടുക്കുന്നൊരു കുഴി വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടാവാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പരത്തി റെഡിയാക്കി നടുക്കൊന്ന് കുഴിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഒരു വശം നോക്കുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ 2 വശവും മറിച്ചിട്ട് നമുക്ക് ഈ വട റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ സൂപ്പർ ഉഴുന്നോടെ ഇവിടെ റെഡിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ട് ഇഡ്ഡലി ബാക്കി വരുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.